വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി മലപ്പുറം DCC പ്രസിഡന്റ് വി.എസ്. ജോയ്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന വനം മന്ത്രിയാണ് കേരളത്തിന്റേതെന്ന് വി.എസ്. ജോയ് പറഞ്ഞു. വനം മന്ത്രിയുടെ കൈയും കാലും കെട്ടി കടുവാക്കൂട്ടിലേക്ക് ഇട്ടാലേ പ്രാണഭയത്താൽ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകൂ എന്നും വി.എസ്. ജോയ് പറഞ്ഞു. കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിലാണ് പ്രസംഗം. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന കടൽ കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി. അയാളുടെ കൈയും കാലും കെട്ടി കടുവാക്കൂട്ടിലേക്ക് ഇട്ടാലേ പ്രാണഭയത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് അയാൾക്ക് മനസ്സിലാകൂവെന്ന് ജോയ് പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ചുടുകട്ട ഞങ്ങൾക്ക് എടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേരളത്തിൽ ജനാധിപത്യമല്ല മൃഗാധിപത്യമാണ് നടക്കുന്നത്. നഷ്ടപരിഹാരം മാത്രമല്ല നടപടിയും ഉണ്ടാകണം. ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും വി.എസ്. ജോയ് പറഞ്ഞു. ഇന്നലെ രാവിലെയായിരുന്നു ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കടിച്ചുകൊന്നത്. ഒപ്പമുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. നരഭോജി കടുവയെ പിടികൂടുവാനുള്ള ദൗത്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കാളിക്കാവ് അടക്കാക്കുണ്ട് റാവുത്തൻ മലയിൽ ഇന്നലെ രാത്രി മുതൽ പരിശോധന ആരംഭിച്ചു. കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട്. മയക്കുവെടി വയ്ക്കുവാനെത്തിയ സംഘത്തിനു പുറമെ 50 അംഗ RRT സംഘവും കാളിക്കാവിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഭൂപ്രകൃതി വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് ദൗത്യസംഘം വ്യക്തമാക്കി. പാവപ്പെട്ടവരെ കടുവകീറി ഭക്ഷിക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വനമന്ത്രിയുടെ സ്ഥിതി എന്താ? അയാൾ നിയമസഭയിൽ പറയുന്നത് ഞാൻ വനസംരക്ഷണ മന്ത്രിയാണ്, ഞാൻ മൃഗസംരക്ഷണ മന്ത്രിയാണ്. ഇവിടെ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു മന്ത്രിയുണ്ടോ? വനം മന്ത്രി ചിരിക്കുകയാണ്. മനുഷ്യൻ മരിച്ചാൽ ചിരിക്കുകയാണ്. മൃഗം മരിച്ചു കഴിഞ്ഞാൽ മന്ത്രി ചാടി എണീറ്റ് മന്ത്രി കരയുകയാണ്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽ കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി. അയാളുടെ കൈയും കാലും കെട്ടി ഈ കടുവക്കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത്, ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ. മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിക്ക് മനസ്സിലാകാത്ത സാഹചര്യമാണ്. ഞങ്ങൾ പറയുന്നു, പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് ചവിട്ടിയറക്കുന്ന പുല്ലിന്റെ വില പോലും നിങ്ങൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യമാണ്. ഞങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. പക്ഷേ ഈ പശ്ചിമഘട്ട മലനിരയൊന്നടങ്കം പ്രിയപ്പെട്ടവരെ ആളെ കൊല്ലുന്ന വന്യജീവികളുടെ അധിവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ടി വരും. ഞങ്ങൾ പറയുന്നു, പരിസ്ഥിതി സംരക്ഷണം ഞങ്ങളുടെ മുദ്രാവാക്യമാണ്. പക്ഷെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചൂട്ടുകത്ത് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഈ പശ്ചിമഘട്ട മലനിര മനുഷ്യ ശവശരീരങ്ങൾ കൊണ്ട് ഇങ്ങനെ കുന്നുകൂടിക്കഴിഞ്ഞാൽ, മനുഷ്യ കബന്ധങ്ങൾ ഇങ്ങനെ ചിതറിക്കിടന്നു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ചുടചോര കൊണ്ട് ഈ പശ്ചിമഘട്ടം ഇങ്ങനെ ചുവന്ന് തുടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പശ്ചിമഘട്ട മലനാരകളെ കത്തിച്ചാമ്പലാക്കും. ചൂട്ടുകത്തി എടുത്തുകൊണ്ട് ഇതിനൊക്കെ തീ കൊടുത്ത് ഈ പശ്ചിമഘട്ടത്തെ ഒരു ചാരക്കൂമ്പാരമാക്കി മാറ്റുന്നതിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ നയിക്കരുത് എന്നാണ് ഈ നാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇന്ന് 3 കടുവക്കൂടുകൾ കൊണ്ട്